1, 2, 3, 4, 5. കളിക്കല്ലേ രണ്ടും കൂടെ കിട്ടി 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 ഇത്ര വലുതാ. ഹായ് അമ്മായി. ഹായ്. ഹായ്. അമ്മയെ കണ്ടോ? ഇല്ല കണ്ടില്ല. എന്തിട്ട് അമ്മൂമ്മ എവിടെ പോയി? അമ്മയെ കാണാനില്ല. അകത്തൊക്കെ നോക്കി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എങ്ങോട്ടോ പോയേക്കണ്. ആത്തുമില്ലേ? ഇല്ല. എല്ലാ പടവലത്ത് പോയി കാണും. പറഞ്ഞിട്ടല്ലേ പോളൂ പടവലത്ത് പോണെങ്കി. പോവാൻ വിളിച്ചു നോക്കാൻ എന്ത്? വിളിച്ചു നോക്കി. എന്ത് പറഞ്ഞു? നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലാണെന്ന്. അമ്മൂമ്മ എന്താ അങ്ങനെ പറഞ്ഞേ? അമ്മയല്ല അങ്ങനെ പറഞ്ഞത്. ഞാൻ ചുമ്മാ തമാശക്ക് വെച്ച്. അമ്മൂമ്മയുടെ കടയിലും പോയി കാണും. കടയിലാ? കടയിൽ എന്തിനു പോണ്? കടയിൽ പോണോ സാധനം മേടിക്കാൻ പോണോ? അതിന് ആവശ്യമുള്ള സാധനമൊക്കെ ഇവിടെ ഞാൻ വാങ്ങിച്ചു വെച്ചേക്കല്ലേ. അമ്മൂമ്മയ്ക്ക് വേറെന്തെങ്കിലും ആവശ്യമുള്ള സാധനം വേണ്ടതായിട്ട് തോന്നിക്കാണും. അമ്മൂമ്മയ്ക്ക് വേറെന്തെങ്കിലും ആവശ്യമുള്ള സാധനം വേണ്ടതായിട്ട് തോന്നിക്കാണുമെന്ന് 2 ദിവസം മുമ്പ് അമ്മൂമ്മ പറയുന്നുണ്ടായിരുന്നു. ഗൗരി മേടിക്കുന്ന മൊത്തം ആവശ്യമുള്ള സാധനങ്ങളാണ്. അതെന്റെ അമ്മ അങ്ങനെ പറയണ? അതെനിക്ക് അറിഞ്ഞൂടാ. അമ്മൂമ്മ അടുത്ത് തന്നെ ചോദിക്കണം. അമ്മൂമ്മ വരുമ്പോ അമ്മൂമ്മ അടുത്ത് ചോര്. ഇനിയിപ്പോ ചേച്ചി വന്നല്ലോ. ചേച്ചി അമ്മൂമ്മ കണ്ട? താൻ കൂടുതൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റരുത് കേട്ടാ. സംസാരിക്കാൻ വരാതെ എങ്ങനെ ചോദ്യം ചോദിക്കും? ആ ചോദ്യം കുറച്ചൊന്നും വേണ്ട. എടാ നിങ്ങൾ അടി ഉണ്ടാക്കാതെ. അമ്മയെ കാണാനില്ല. കാണാനില്ലേ? ഇല്ല. അമ്മൂമ്മ എവിടെ പോയി? വിളിച്ചിട്ട് കിട്ടണമില്ല. കോൾ ചെയ്തെന്ന് കിട്ടിയില്ലെന്ന്. എന്താ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്താ? നിങ്ങൾ ശ്രദ്ധിച്ചാ 2 ദിവസമായിട്ട് അമ്മയുടെ മുഖം കുറച്ച് ഡള്ളാണ്. പണ്ടത്തെ ചുറുചുറുക്കും ഉഷാറൊന്നും ഇല്ല അമ്മയ്ക്ക്. ശ്രദ്ധിച്ചില്ലേ? ശരിയാണ്ട. നമ്മള് കുറച്ചു മുന്നേ അടി ഉണ്ടാക്കിയപ്പോഴും അമ്മൂമ്മൊന്നും മിണ്ടിയൊന്നുമില്ലല്ലോ. വെറുതെ ആ സൈഡിലൊന്നും നോക്കിട്ട് പോയല്ലേ ഉള്ളൂ. ശ്രദ്ധിച്ചാ? അത് ശരിയാണ് കേട്ടോ. സാധാരണ അങ്ങനല്ലല്ലോ പറഞ്ഞ പോലെ. കളിക്കാടാ കളിക്കാടാ. അല്ല ഇങ്ങനത്തെ സന്ദർഭങ്ങളിലേ അമ്മൂമ്മ എന്നെ ആണെങ്കിലും വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവസാനത്തെ ഒരു 5 ഡയലോഗ് ഉണ്ടല്ലോ, ലച്ചു അഹങ്കാരിയാണെന്ന്, അതുപോലും ഒന്നും പറഞ്ഞില്ല. അത് കറക്റ്റ്. എന്തായാലും അമ്മൂമ്മ എന്നാലും അവിടെ പോയി ആർക്കും ഒരു ഐഡിയ ഇല്ല. എടാ ഇനിയിപ്പൊ അമ്മൂമ്മയ്ക്ക് വല്ല ഡിപ്രഷന്റെ ആരംഭമാണോ? അതിന് ചാൻസ് ഉണ്ട് കേട്ടോ. അല്ല പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും. എടാ അത് പ്രസവത്തിന് ശേഷം പറഞ്ഞതടാ കേശു. എന്താ അമ്മൂമ്മ പ്രസവിച്ചിട്ടില്ലേ? ഇവന് വെളിവും വെള്ളിയാഴ്ച ഇല്ലല്ലോ തോന്നടാ. എന്നാ പിന്നെ കാര്യം ചെയ്യ്, പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടു. മാൻ മിസ്സിങ്ങിന് ഞങ്ങളുടെ അമ്മൂമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അല്ല പിന്നെ അതെ ഇവിടെ അടുത്ത് വല്ലതും പോയതായിരിക്കും. കുറച്ച് കഴിയുമ്പോ വരുവാടാ. എന്നാ പിന്നെ കുറച്ച് കഴിയുമ്പോ വരും, നമുക്ക് പോകാം. ആടാ കളിക്കടാ. പറഞ്ഞത് ശരിയല്ല. മക്കളും വല്ലതും കണ്ടായിരുന്നോ? അമ്മൂമ്മ വല്ലോ? നീ കണ്ടായിരുന്നോ? ഞാൻ അങ്ങോട്ട് പോന്നുണ്ടായിരുന്നു. എന്തോന്ന്? അങ്ങോട്ട് പോന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇത്രയും നേരം ഒന്നും മിണ്ടാ നിന്നത്? നമ്മളിവിടെ ചോദിക്കണം, നീ കേട്ടില്ലേ? കേട്ടു. പിന്നെന്തൊന്നും പറയാത്ത? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ചെറിയ വായിൽ വലിയ വർത്താനം പറയരുതെന്ന്. എന്നിട്ട് ഇപ്പൊ എന്ത് പറഞ്ഞേ? ഇപ്പൊ നിങ്ങൾ ചോദിച്ചോണ്ട് പറഞ്ഞത്. അല്ല അമ്മൂമ്മ എങ്ങോട്ടാ പോയേ? അതുകൊണ്ടാ പാറമട സൈഡിലോ. പാറമടയുടെ അങ്ങോട്ടാ? ഡിപ്രഷൻ എന്ന് പറഞ്ഞ് പാറമടയുടെ അങ്ങോട്ട് പോയത്. ഇനിയിപ്പം അന്ന് ചങ്കരപ്പൂപ്പിനെ മുങ്ങിയെടുത്തോലെ എടുക്കേണ്ട വരൂ. പോയി നോക്കിയാലോ? പോയി നോക്കാം. പിള്ളേരെ കൊണ്ട് നിങ്ങളെ കൊണ്ട് പാറമട പോലെ നിങ്ങൾ പോ. ഞാൻ നിങ്ങളെ കൊണ്ട് വീട്ടിൽ ആക്കിട്ട് വരാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.